നമ്മുടെ രാജ്യം അഭിമാനത്തോടെ ഇന്ന് 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യം സ്വയം ഭരണാവകാശം നേടി മഹാന്മാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയുടെ കീഴിൽ സുശക്തമായ ഒരു രാജ്യമായി മാറിയിട്ട് ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ അനേകം നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യമായ ജനാധിപത്യവും മതേതരത്വവും അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അയൽ രാജ്യങ്ങളിൽ നിന്നും തീവ്രവാദ പ്രവർത്തകരിൽ നിന്നുമൊക്കെ വലിയ വെല്ലുവിളികൾ നമ്മുടെ രാജ്യത്തിന് നേരിടേണ്ടി വന്നെങ്കിൽ അതിനെയെല്ലാം സധൈര്യം നേരിടാൻ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കഴിഞ്ഞു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. നമ്മുടെ സേനാ വിഭാഗങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകൾ, ശക്തമായ പോരാട്ടങ്ങൾ, അത് നമ്മുടെ രാജ്യത്തെയും ഏതാണ്ട് 150 കോടി വരുന്ന ജനങ്ങളെയും സുരക്ഷിതരാക്കുന്നു എന്ന അഭിമാനവും നമുക്കുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ് നമ്മുടെ ശക്തി. നമുക്കറിയാം, സമീപ രാജ്യങ്ങളിലെല്ലാം ഭരണഘടന വെല്ലുവിളി നേരിടുമ്പോഴും ജനാധിപത്യം വെല്ലുവിളി നേരിടുമ്പോഴും അക്രമങ്ങൾ അഴിച്ചുവിടും കലാപങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യ എന്ന മഹാരാജ്യം, വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യ എന്ന മഹാരാജ്യം ഒരുമിച്ച് നിൽക്കുകയും ഒറ്റ രാജ്യം, ഒറ്റ മനുഷ്യൻ, ഒരേ സ്നേഹം, ഒരേ വിശ്വാസം, നമ്മുടെ ഭരണഘടനയിലുള്ള ഏറ്റവും ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അഭിമാനകരമായ ഒരു നേട്ടമായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെയും നമ്മൾ കാണും. നമ്മുടെ മൂല്യങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടത് മതേതരത്വമാണ്. സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായി ജീവിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് പരമദരിദ്രരില്ലാത്ത ഒരു രാജ്യമായി ഇന്ത്യ മാറണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ വേദനിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഭാരതീയർ. അതല്ല നമ്മുടെ സംസ്കാരം. വേദനയില്ലാത്ത, സന്തോഷമുള്ള, സമൃദ്ധിയുള്ള ഒരു രാജ്യം, അതാണ് നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്നത്. പരസ്പരം സ്നേഹിച്ചും പരസ്പരം വിശ്വസിച്ചും പരസ്പരം സഹായിച്ചും ജീവിക്കുന്ന ഒരു വലിയ ജനതയായി ഭാരതത്തിലെ ജനങ്ങൾ മാറുന്നു. അതാണ് സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ബഹുമാനായ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി അദ്ദേഹം വിഭാവനം ചെയ്തു. മഹാത്മാഗാന്ധിയും BR അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും പോലെയുള്ള മഹാന്മാരായ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള ഇന്ത്യ എന്ന രാജ്യത്തെ ഒന്നിപ്പിച്ച മഹാരഥന്മാരായ നേതാക്കന്മാർ നമുക്ക് നൽകിയ സ്വപ്നവും നമുക്ക് നൽകിയ വാഗ്ദാനവും അവർക്ക് നമ്മൾ നൽകിയ വാഗ്ദാനവും പാലിക്കേണ്ടതുണ്ട്. അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും സ്നേഹവും നിലനിർത്താം. ലോകമെമ്പാടും യുദ്ധങ്ങളും അതുപോലെ അധിനിവേശങ്ങളും നടക്കുകയാണ്. മറ്റു രാജ്യങ്ങളുടെ അവകാശങ്ങളിലേക്കും അവരുടെ അധികാരങ്ങളിലേക്കും കടന്നു കയറുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ രാജ്യം എത്ര സുരക്ഷിതമാണ്. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറാനോ അധിനിവേശം നടത്താനോ ആരെയും അനുവദിക്കാതെ നമ്മുടെ രാജ്യത്തെ സുശക്തമായി നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് നയിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ മൂല്യം അത് നിലനിൽക്കണം. അവിടെയാണ് പരസ്പരം സഹായിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ നമ്മൾ തയ്യാറാകേണ്ടത്. നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അനേക വർഷങ്ങൾ കൊണ്ട് ഒരുപാട് തെറ്റായ കീഴ്വഴക്കങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ജാതി ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ 100 വർഷത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായി ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള മഹാന്മാർ ഈ മണ്ണിൽ ജനിക്കുകയും അവർ കാട്ടിത്തന്ന വഴിയിലൂടെ നമ്മൾ ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ മൂല്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. കേരളം ഒരു മതത്തിന്റെ പേരിൽ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദൻ സ്വാമികൾ വിശേഷിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള മഹാന്മാരുടെ പ്രവർത്തനങ്ങൾ, മഹാഗുരുവിന്റെ പ്രവർത്തനങ്ങൾ, സന്ദേശങ്ങൾ അത് മലയാളി ജാതി മത ചിന്തകൾക്ക് അതീതമായി ഏറ്റെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നതാണ് കേരളം ഈ രാജ്യത്തിന് മാതൃകയാകുന്ന ഏറ്റവും വലിയ സന്ദർഭം. അതിന് നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഇന്ത്യയിലെ പല തെറ്റായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെ പോരാടാനും വിജയിക്കാനും കഴിഞ്ഞതും അതിന് മാതൃകയാകാൻ കഴിഞ്ഞതും കേരളത്തിനാണ് എന്ന് നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് അഭിമാനത്തോടെ ഓർക്കേണ്ടതുണ്ട്. എന്നും ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കേരളം, ഇവിടുത്തെ ജനങ്ങൾ, മതേതരത്തിന് മൂല്യം നൽകുന്ന കേരളത്തിലെ ജനങ്ങൾ, അതാണ് ഈ രാജ്യത്തിന് എന്നും മാതൃകയാകുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക. ഉണരൂ, എഴുന്നേൽക്കൂ, കഠിനാധ്വാനം ചെയ്യുക. ഈ രാജ്യത്തെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡക്ടിവിറ്റി ഉള്ള രാജ്യമാക്കി, ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന ഒരു രാജ്യമാക്കി വളർത്തണം. ലോകം ഇന്ത്യയിലേക്ക് നോക്കുകയാണ്. ഏത് രംഗത്തും, വാഹനങ്ങളുടെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലും എല്ലാം ബഹിരാകാശ പ്രവർത്തനങ്ങൾ, ബഹിരാകാശ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്ന പദ്ധതികളിലൂടെ ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയൊരു ശക്തിയായി മാറുകയാണ്. നമ്മുടെ രാജ്യം ശ്രദ്ധിക്കപ്പെടുന്നു ലോകമെമ്പാടും. ആ ശ്രദ്ധ
നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി അഭിമാനത്തോടെ കണ്ടുകൊണ്ട് ഈ രാജ്യത്ത് തന്നെ ജനിച്ച് ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ വളർന്ന് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ടാകണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇന്ത്യയിലേക്ക് തൊഴിൽ തേടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. നമ്മുടെ രാജ്യത്തെ മനുഷ്യന്റെ അധ്വാനം അത് സത്യസന്ധതയോടെ നേരോടെ കഠിനാധ്വാനം ചെയ്താൽ നമ്മുടെ രാജ്യത്തെ ഇനിയും ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെ ജാതി മത ചിന്തകൾ പാടില്ല, ഭാഷ അടിസ്ഥാന ചിന്തകൾ പാടില്ല. ഇന്ത്യ ഒന്നാണ്, ഭാരതം ഒന്നാണ്, ഭാരതീയൻ ഒന്നാണ് എന്ന ചിന്ത. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് നമ്മെ പഠിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരമായ ത്യാഗത്തിന്റെ കഥകൾ ഓർക്കുകയാണ്. അവർ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന് മുമ്പിൽ നമ്മൾ ശിരസ് നമിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി പോരാടി നമ്മുടെ രാജ്യത്തെ അതിർത്തികളിൽ നിന്നും ഭാരതത്തിനുള്ളിൽ നിന്നും സംരക്ഷിക്കുന്ന സേനാംഗങ്ങളോടുള്ള ആദരവ് അർപ്പിച്ചുകൊണ്ടും അവരെ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെ വളരെ ബഹുമാനപൂർവ്വം അവരുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ടും അതുപോലെ നമ്മുടെ രാജ്യത്തിന് ഇന്ന് വെല്ലുവിളികളെ നേരിടാൻ കരുത്തുള്ള ഒരു സൈന്യവും അതുപോലെ സേനാ വിഭാഗങ്ങളും ഉദ്യോഗസ്ഥ വിഭാഗങ്ങളും എല്ലാം ഉണ്ട്. സത്യസന്ധയോടെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് ഭാരതത്തെ എത്തിക്കാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മൾ ഈ റിപ്പബ്ലിക് ദിനത്തെ സ്വീകരിക്കാം. ഇവിടെ ഈ പരേഡിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ സേനാ വിഭാഗത്തിൽപ്പെട്ടവർക്കും, എൻ്റെ പ്രിയ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത ദേശസ്നേഹികളായ നാട്ടുകാർക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.